കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 20, 1 മുതലുള്ള തിരുവചന ഭാഗം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്മാരുടെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗത്തിലോടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവനകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽത്തിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഉത്ഥാന തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകൾ, നന്മകൾ നേരുകയാണ്. നിങ്ങളെല്ലാവരും ക്യാരിസ്ഭവൻ്റെ ഒരു കുടുംബം പോലെ ക്യാരിസ്ഭവനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഇവിടെ ഈ ആലയത്തിൽ വന്നിരിക്കുന്നവർ മാത്രമല്ല, ധാരാളം വ്യക്തികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് നമ്മുടെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ഈ കുടുംബത്തിൻ്റെ ഭാഗമാകുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി അവരുടെ നിയോഗങ്ങൾ കർത്താവ് നിറവേറ്റി കൊടുക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഈ ബലിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഉദ്ധാന തിരുനാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇതാണ്. നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഒരു സന്ദേശം. യേശു സംശുദ്ധമായ ഒരു ജീവിതം നയിച്ചു. അതുകൊണ്ട് പിതാവ് കൊടുത്ത ഒരു പ്രതിഫലം അവൻ്റെ കല്ലറ ശൂന്യമാക്കി. ഫിലിപ്പിയർ 2-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. യേശു കുരിശു മരണത്തോളം തന്നെ അനുസരണമുള്ളവനാക്കി. പിതാവിൻ്റെ ഇഷ്ടമനുസരിക്കാൻ അവൻ ഏറ്റെടുക്കേണ്ടി വന്നത് കുരിശുമരണം. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു രോഗം വന്നതോ ഒരു ക്യാൻസർ വന്നതുപോലും അത്ര വലിയ ഒരു സഹനമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കുരിശുമരണത്തോളം തന്നെ അനുസരണമുള്ളവനാക്കി. അതുകൊണ്ട് പിതാവ് ചെയ്തൊരു കാര്യം, അവനെ മരിച്ചവരിൽ നിന്നും ഉയിർപ്പിച്ചു. പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാക്കി. അവന് ഒരു നാമം, ശക്തമായൊരു നാമം നൽകപ്പെട്ടു. ആ നാമത്തിന് മുമ്പിൽ എല്ലാവരും മുട്ടുമടക്കണം. ഇതാണ് ഫിലിപ്പിയർ 2-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുക. യേശുവിൻ്റെ ജീവിതം സംശുദ്ധമായൊരു ജീവിതമായിരുന്നുവെന്ന് ആർക്കാ സംശയം? ആരെങ്കിലും ഇന്ന് വരെ പരിശ്രമിച്ചിട്ട് അവനിൽ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് വളരെ സംശുദ്ധമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു. അതിനുള്ള പ്രതിഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അവൻ്റെ കല്ലറ ശൂന്യമാക്കി. പിതാവായ ദൈവം ചെയ്ത ഒരു കാര്യം. ഞാൻ ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് വിചിന്തനം ചെയ്തിരിക്കുന്നതും ഈ ഒരു കാര്യമാണ്. യേശുവിൻ്റെ കല്ലറ ശൂന്യമായി. നമ്മുടെയൊക്കെ കല്ലറയോ? നമുക്ക് കാണാൻ സാധിക്കും, സാധാരണ നമ്മളൊരു കുഴിമാടം എന്ന് പറയുമ്പോൾ ഒരുപാട് മലിനതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കുഴിമാടം.
തോബിത്തെ ഒരു ശവസംസ്കാരം നടത്താനായിട്ട് ഇവിടെ മാർക്കറ്റിൽ കിടന്ന ഒരു ഡെഡ് ബോഡി എടുത്ത് മറവ് ചെയ്തു. അത് കഴിഞ്ഞ് അവൻ വന്നിട്ട് പെരിക്കകത്ത് പോലും കയറി കിടന്നില്ല. അവനെ മതിലിനോട് ചേർന്ന് പുറത്ത് കിടന്നു. കാരണം ഇത് ചെയ്തത് കൊണ്ട് അവൻ അശുദ്ധനായി എന്നുള്ളത് മനസ്സിലാക്കി. എന്നിട്ട് ശുദ്ധീകരണ കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് വീട്ടിനകത്തേക്ക് കയറാനാണ്. ആ സമയത്ത് പക്ഷിയുടെ ചുടുകാഷ്ടം വീണ് അവൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 2-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം മത്തായി 23:27 എടുത്താൽ അതിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മുടെയൊക്കെ ജീവിതം പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഫരിസേരെ നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ കുഴിമാടങ്ങൾ പോലെയാണ്. കാരണം പുറമേ എല്ലാം വൈറ്റ് വാഷ്, അകം മലിനം. നിങ്ങളുടെ ഉള്ളാണ് ശുദ്ധീകരിക്കേണ്ടത്. നമ്മൾ പാപജീവിതം നയിക്കുമ്പോൾ നമ്മൾ അശുദ്ധരാണ്. പാപമാണ് നമ്മളെ മലിനരാക്കുന്നത്. ആ ഒരു കാര്യം വിടാൻ നമ്മൾ തയ്യാറാകാതെ കണ്ട് വേണമെങ്കിൽ നമുക്ക് ഈസ്റ്റർ ആഘോഷിക്കാം. ഞാൻ എത്രയോ പ്രാവശ്യം എൻ്റെ താടി ഡ്രിം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് നിങ്ങളും പിന്നെയും ഡ്രിം ചെയ്യും. എത്രയോ പ്രാവശ്യം നമ്മൾ പള്ളിയിൽ പോകാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. തിരിച്ചു ചെല്ലുമ്പം പഴയ ഡ്രസ്സ് ഇട്ട് പഴയതുപോലെയാവും. വേണമെങ്കിൽ നമുക്ക് ഈസ്റ്റർ ആഘോഷം ഈ രീതിയിൽ നടത്താം. അതിനേക്കാൾ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ കല്ലറ ശൂന്യമാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം, ഏത് വേണമെങ്കിലും എടുത്തു. അവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഈ യാഥാർത്ഥ്യമാണ്. യേശുവിൻ്റെ കല്ലറ ശൂന്യമായി. ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ചും അത്ഭുത പ്രവർത്തികളെക്കുറിച്ചുമെല്ലാം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കാണുന്നുണ്ട്, ഒരു ദൂതൻ വന്നു, ഒരു ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടു, കല്ലുരുട്ട് മാറ്റി. ആ കല്ലിൻ്റെ മുകളിൽ കയറി ദൂതൻ ഇരിക്കുന്നത്, അവിടെ വന്ന വ്യക്തികളോട് ദൂതൻ സംസാരിക്കുന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയല്ലേ? ഈ ദൈവത്തിന് നമ്മുടെ ഒരു രോഗം മാറ്റാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? ഈ ദൈവത്തിന് നമ്മുടെ ഒരു കടബാധ്യത മാറ്റാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? മാറാതെ വരുമ്പോഴേ എവിടെ ദൈവം? ദൈവം സ്നേഹിക്കുന്നവനാണെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു അങ്ങനെ ചോദിച്ചു നടക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. ഒരു ദൈവത്തെ അറിഞ്ഞവരൊന്നുമല്ല, ഒരു ദൈവത്തെ സ്നേഹിക്കുന്നവരുമല്ല. ഈ പ്രവൃത്തി ചെയ്ത ദൈവത്തിന് നമ്മുടെ ഈ കടബാധ്യത മാറ്റാനോ രോഗം മാറ്റാനോ കഴിവില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലും അല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കണ്ടു, സ്ത്രീകൾ യഹൂദ നിയമപ്രകാരമുള്ള ചില ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി പോയി. അപ്പോഴാണ് കല്ലറ ശൂന്യമായി കിടക്കുന്നതൊക്കെ കണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് ആചാരങ്ങൾ, നോമ്പ് ആചരണം നടത്തി, ഈസ്റ്റർ കുർബാനയ്ക്ക് നമ്മൾ പോയി, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആചാരമാക്കാൻ പറ്റും. ഉദ്ധാനം ചെയ്ത കർത്താവിനോടൊപ്പം നമ്മൾ ഉദ്ധാനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇനി അത് ചെയ്തു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇന്നത്തെ 2-ാം വായന കൊളോസസ് 3-ാം അധ്യായം ആദ്യത്തെ 2 വചനങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. യേശുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, ഇതേ മരിച്ച് ഉദ്ധാനം ചെയ്തവരെ നോക്കി പറഞ്ഞൊന്നുമല്ല, ജീവിച്ചിരുന്നവരെ നോക്കി പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്, മരിച്ച് ഉദ്ധാനം ചെയ്യണം. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കും, എന്താ സംഭവിക്കുക? പാപത്തിന് മരിച്ച് യേശുക്രിസ്തുവിലേക്ക് ഉദ്ധാനം ചെയ്യുന്നു, യേശുക്രിസ്തുവിനെ ധരിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറുന്നു. ഇതൊക്കെയാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ജീവിച്ചിരുന്നവരെ നോക്കി പൗലോസ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ യേശുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടണം. പെട്ടെങ്കിൽ അതിനൊരു സൂചനയുണ്ടാവും, ഒരു ബാഹ്യ അടയാളം. നമുക്കറിയാലോ, നമ്മൾ രോഗം ആയിട്ട് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചു, അത് കഴിച്ചു, പിന്നീട് ഡോക്ടർ പറയാറുണ്ട് ഒരു ഫോളോ അപ്പിന് വരണം, വേണം ഒരാഴ്ച കഴിഞ്ഞ് വന്ന് ചെക്കപ്പൊക്കെ നടത്തിയിട്ട് ഡോക്ടർ പറയുക ഇനി മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ സുഖപ്പെട്ടു,
എന്ന് പറഞ്ഞ പോലെ ഉത്ഥാനം ചെയ്തെങ്കിൽ അതിനൊരു തെളിവുണ്ടാകണം. എന്താണ് ആ തെളിവെന്ന് വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നീ ഉയർപ്പിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇനി ഭൂമിയിലെ വസ്തുക്കളെക്കാൾ ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെ വല്ലോ ചിന്തയും വല്ലോ തോന്നലും തീരുമാനങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ? ഞാൻ ഏതായാലും ഉത്ഥാന തിരുനാളിൽ പങ്കെടുത്തു. ഇനി എനിക്ക് ഭൂമിയിലെ വസ്തുക്കളെക്കാൾ സ്വർഗീയ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ശരീരത്തിൻ്റെ സുഖത്തെക്കാൾ എനിക്ക് ആത്മീയ ആനന്ദമാണ് വലുത്. ആ ലക്ഷ്യത്തോടുകൂടി ഞാൻ എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകും എന്നുള്ള തീരുമാനമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. രണ്ടാമതൊരു കാര്യം, ഉത്ഥാന തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ട്രൂത്ത് സഫേഴ്സ് ബട്ട് ഇറ്റ് ട്രയംസ്. സത്യം സഹിക്കേണ്ടി വരും, പക്ഷേ സത്യം വിജയം വരിക്കും. നമുക്കേതാ വേണ്ടത്? നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. നമ്മൾ യേശുവിനെ പോലെ സത്യത്തിൻ്റെ പാത സ്വീകരിച്ചാൽ, സത്യത്തിന് കൂട്ടുനിന്നാൽ, സത്യസന്ധമായിട്ട് ജീവിച്ചാൽ സഹിക്കേണ്ടി വരും, പക്ഷേ വിജയം നമ്മോടൊപ്പമായിരിക്കും. സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്കാണ് ജീവിത വിജയം. അവരുടെ കൂടെയാണ് കർത്താവ് നിൽക്കുക. പ്രഭാഷകൻ 4:28 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്, എങ്കിൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. വായെടുത്താ നോണ, അവസരം കിട്ടുമ്പോഴെല്ലാം കള്ളത്തരം, ഉടായ്പ് ഇതെല്ലാം കാണിച്ചിട്ട് കർത്താവ് നമ്മുടെ കൂടെ നിൽക്കണം. കുർബാനയ്ക്ക് പോയാൽ ദൈവാനുഭവം ഉണ്ടാകണം. പ്രാർത്ഥിക്കാനിരുന്നാൽ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അടിത്തറ കുലുങ്ങണം. ഇതെല്ലാം ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെയുള്ളിടത്ത് ഇതൊന്നും സംഭവിക്കത്തില്ലെന്ന്. കർത്താവ് നമ്മുടെ കൂടെ നിന്ന് ഒരു വീരയോദ്ധാവിനെ പോലെ യുദ്ധം ചെയ്യണമെങ്കിൽ സത്യസന്ധത നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കാണുന്നുണ്ട്, യേശുവിനെ അവർ കുരിശിൽ തറച്ചു കൊന്നു, കല്ലറയ്ക്കകത്ത് വെച്ച് സീല് ചെയ്തു. പക്ഷേ അവിടെ ഇരുത്താൻ പറ്റിയോ? പിതാവ് അവനെ ഉയർപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ട കാര്യമാണ്. ഈ ഉത്ഥാനം ചെയ്തതിന് തെളിവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊരു 3 കാര്യങ്ങളെങ്കിലും നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, ശൂന്യമായ കല്ലറ. രണ്ടാമത്തേത്, കർത്താവ് പല പ്രാവശ്യം പലർക്ക് പ്രത്യക്ഷപ്പെട്ട്, ഒരാൾക്കായിരുന്നെങ്കിൽ അവർക്ക് വല്ല തോന്നലായിരുന്നെന്ന് പറയാം, പല പ്രാവശ്യം. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 20ഉം 21ഉം അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടോ അവിടെ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ആദ്യ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, പൗലോസ് പറയുന്നുണ്ട്, വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെട്ടത്, 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടത്, അവസാനം അകാലജാതനായ എനിക്കും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പ്രത്യക്ഷപ്പെട്ടതാണ് ഉത്ഥാനത്തിൻ്റെ തെളിവ്. ഇതുപോലെ തന്നെ ശക്തമായ മറ്റൊരു തെളിവുണ്ട്. അതാണ് ഈ ഉത്ഥാനം തിരിച്ചറിഞ്ഞ് ഉത്ഥാന ലഹരി ഏറ്റെടുക്കാൻ പറ്റിയ അപ്പസ്തോലന്മാർ 12 പേരും രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. ഒരാൾ ഒഴികെയെന്ന് പറയും, പക്ഷേ യോഹന്നാനെ അവർ തിളച്ച എണ്ണയ്ക്കകത്ത് ഇട്ടതാണ്. അവിടുന്ന് അത്ഭുതകരമായിട്ട് അവന് രക്ഷ ലഭിച്ചതാണ്. അതുകൊണ്ട് 12 പേരും രക്തസാക്ഷികളെന്ന് പറയാൻ പറ്റും. അവരാരെങ്കിലും നിരാശപ്പെട്ടാണോ രക്തസാക്ഷികളായത്? അല്ല. കാരണം ഉത്ഥാന ലഹരി അതാണ് അവർക്കുണ്ടായിരുന്നത്. ഉത്ഥാനം ചെയ്ത കർത്താവിനോടൊപ്പം അവർ ഉയർപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് രക്തസാക്ഷിത്വം പോലും അവർക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റിയത്. അതിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന സഹനം യേശു അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ ഏറ്റെടുത്ത രക്തസാക്ഷിത്വം പോലെ അത്ര വലുതാണോ? അവരൊക്കെ പരാതി പരിഭവം പറഞ്ഞതിനേക്കാൾ കൂടുതലാണോ നമ്മുടെ പരാതി പരിഭവം? ഉത്ഥാനം ചെയ്ത കർത്താവിനോടൊപ്പം നാം ഉയർപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവനോടൊപ്പം നമ്മുടെ മനോഭാവത്തിൽ ഉത്ഥാനം ചെയ്തു എന്ന് ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെ പറയാൻ പറ്റും? കർത്താവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാഹ്യമായ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. മൂന്നാമതൊരു കാര്യമുണ്ട്. ഉത്ഥാന തിരുനാൾ എന്ന് പറഞ്ഞാൽ പ്രത്യാശയുടെ തിരുനാൾ. മറ്റൊരു ടൈറ്റിലൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ,
തിരുനാളുകളുടെ തിരുനാൾ. അതാണ് ഉത്ഥാന തിരുനാൾ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. തോമസ് അക്കംബിസ് എഴുതിയ ക്രിസ്ത്യാനികരണം എന്ന പുസ്തകം ബൈബിള് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം ഇതാണെന്നാണ് പറയപ്പെടുന്നത്. തോമസ് അക്കംബിസ്. ഒരു സംഭവമുണ്ട്. ഈ തോമസ് അക്കംബിസ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പുള്ളിയുടെ പുസ്തകം വായിച്ച പലരും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. ഒരു കാരണം പറഞ്ഞിരിക്കുന്നത്, ഈ തോമസ് അക്കംബിസ് മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുഴിമാടം തുറന്ന് ആ പെട്ടി തുറന്നപ്പം കാണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ബോഡി കമന്ന് കിടക്കുന്നതായിട്ടാണ്. അടക്കം ചെയ്തത് നേരെ കിടത്തിയ കമന്ന് കിടക്കുന്നു. പിന്നെ അതേക്കുറിച്ചൊരു ഐതിഹ്യം പറയുന്നത്, പക്ഷേ അവൻ ക്ലിനിക്കലി ഡെഡ് ആയിരുന്നില്ല. പിന്നീട് അദ്ദേഹം ബോധം വന്ന് ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവിടെ കിടന്ന് അസ്വസ്ഥനായി ഫ്രസ്ട്രേഷൻ ഇനി അതുമൂലം എങ്ങനെയോ തിരിഞ്ഞ് വേണമെങ്കിൽ ആ ഒരു ഷേപ്പിലേക്ക് പോയതായിരിക്കാം. അതുകൊണ്ടാണ് ഇതുവരെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലാത്തത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മൾ ഈസ്റ്റർ ജനതയായിട്ട് മാറണം. നമുക്കിന്നും പരാതി പരിഭവം പറയാനും ഇല്ലായ്മയുടെ വല്ലായ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് വിഷാദിച്ചിരിക്കാനുമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മളെങ്ങനെ ഈസ്റ്റർ ജനതയായിട്ട് മാറും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ ജനമായിട്ട് നമ്മൾ മാറണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. അവസാനമായിട്ട് നമുക്ക് ഒരു ചിന്ത കൂടി, ഈ ഉത്ഥാന തിരുനാളുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത കൂടി നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. നാം എന്താകണം? എല്ലാവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കേട്ടിരിക്കാൻ നമുക്ക് കുളിര. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതും ഗൗരവപൂർവ്വം എടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നാം എന്താകണം? 2 കൊരിന്തോസ് 5-ാം അധ്യായം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവൻ നമുക്ക് വേണ്ടി, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ജീവിച്ചിരിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്തവന് വേണ്ടി ജീവിക്കണം. 2 കൊരിന്തോസ് 5:15 മുതൽ 17 വരെയുള്ള വചനഭാഗം ഒന്ന് വായിച്ചാൽ മതി. നാം യേശുക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിട്ട് മാറണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പള്ളിയിൽ പോയി തിരിച്ചു വന്നിട്ട് പഴയ ഡ്രസ്സ് ഇടും പോലെ അങ്ങനത്തെ ഒരു ആചാര അനുഷ്ഠാനത്തിൽ ഒതുക്കാൻ പറ്റും. വേണമെങ്കിൽ പല വിശുദ്ധരിലേക്ക് നോക്കിയാൽ അവിടെ സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ. മഗ്ദലന മറിയം, അവിടെ പഴയ ജീവിതം നമുക്കറിയാം. 7 അശുദ്ധാത്മാക്കളെ അവളിൽ നിന്നും ഒഴിപ്പിച്ചതാണ്. ലൂക്ക 8:2 വായിച്ചാൽ അത് നമ്മൾ കാണുന്നുണ്ട്. എന്തായി മാറി അവളുടെ ജീവിതം? പിന്നീട് അവൾക്ക് യേശു എന്ന് പറഞ്ഞാൽ പ്രാണനുതുല്യം സ്നേഹം, മരിച്ച് സ്നേഹിക്കുന്ന യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് മഗ്ദലന മറിയത്തെ കാണാൻ പറ്റും. അവൾക്ക് പിന്നെ ഒരു പാപം ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഉടമയായി മാറിയാൽ അവൾക്ക് നാളെ എന്തെങ്കിലും ഒരു പാപം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ കേട്ടായി, നമ്മുടെ അടുത്തൊരു ദേശത്താണ് ഒരു ചെറുപ്പക്കാരനെന്ന് പറയാം, 30-35 വയസ്സ് പ്രായമുള്ളൂ, പഞ്ചക്ഷതധാരി. ആ മനുഷ്യൻ ഒരു ദിവസം ആ വീട്ടിൽ താമസിച്ചു, അവരുടെ ബെഡ്റൂമിൽ കിടന്ന് ബാത്റൂം ഉപയോഗിച്ചു. ഈ മനുഷ്യൻ പോയി കഴിഞ്ഞിട്ട് ഒരു 6-7 ദിവസം കഴിഞ്ഞിട്ടും ആ മുറിക്കകത്ത് ഒരു സ്വീറ്റ് അരോമ, ഒരു സുഗന്ധം. ആ പുള്ളി ഉപയോഗിച്ച് ബാത്റൂമിനകത്ത് കയറുമ്പോഴും ആ സുഗന്ധം. നമ്മുടെയൊക്കെ മുറിയുടെ ബാത്റൂമിൻ്റെയൊക്കെ കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്നൊക്കെ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിച്ച ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് അവർ പറഞ്ഞൊരു കാര്യം, പുള്ളി ആകപ്പാടെ പറയുന്നത്, ലോർഡ് ഐ ലവ് യു, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അത്രയേ ഉള്ളൂ. വാരി വലിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആരും കാണുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യത്തില്ല. നമുക്ക് വേണമെങ്കിൽ വലിയ പാരഗ്രാഫ് പ്രാർത്ഥിക്കാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് പാപജീവിതവും നയിക്കാൻ പറ്റും. അതല്ല ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കാണുക. ഇതുപോലൊരു ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരീകരണം, രൂപപ്പെടൽ, ഇതൊക്കെയാണ് ശരിക്കും മഗ്ദലന മറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്.
അവർക്ക് പിന്നീട് പാപം ചെയ്യാൻ പറ്റിയില്ല. പൗലോസിൻ്റെ കാര്യം നോക്കിയേ, സാവൂളാണ് പൗലോസായി മാറിയത്. സാവൂൾ സഭയെ ഇടിച്ചു പൊളിച്ചു കൊണ്ടിരുന്നവൻ പൗലോസായിട്ട് മാറി. നമ്മൾ കാണുകയാണ് പിന്നീട് അവൻ പറഞ്ഞൊരു കാര്യം, മരിക്കണോ ഞാൻ മരിക്കും, പാപം ചെയ്യാൻ എന്നെ കിട്ടത്തില്ല, അല്ലെങ്കിൽ മരണം പേടിച്ച് കർത്താവിൽ നിന്നോ എൻ്റെ വിളിയിൽ നിന്ന് ഓടിയകലാൻ എന്നെ കിട്ടത്തില്ല. അപ്പോസ്തല പ്രവർത്തനം 20:22 മുതൽ വായിച്ചാൽ മതി. പൗലോസ് പറയാണ്, ഞാൻ മുമ്പോട്ട് പോയാൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കാരാഗ്രഹം. ഞാൻ അവിടെ കിടന്ന് സഹിക്കണം, അവരെന്നെ കൊല്ലും, എനിക്കറിയാം, പക്ഷേ ഞാൻ മുമ്പോട്ടേ പോകത്തുള്ളൂ. ഈ കണ്ട ഈസ്റ്ററെല്ലാം ആഘോഷിച്ച എത്ര ക്രിസ്ത്യാനികൾക്ക് ഇത് പറയാൻ പറ്റും? മരിക്കണോ? മരിക്കും, പക്ഷേ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു കാര്യത്തിന് എന്നെ കിട്ടത്തില്ല. മരിയ കൊരേത്തി 12 വയസ്സാകുന്നേ ഉള്ളൂ. അവൾ പറഞ്ഞെന്താ? മരിക്കണോ ഞാൻ മരിക്കും, പക്ഷെ പാപം ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. നീ എന്ത് പറഞ്ഞാലും ഒരു പാപത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു സമ്മതം മൂളിയിട്ട് എനിക്ക് ജീവിക്കുവാൻ വേണ്ട. 12 വയസ്സുകാരിക്ക് പറയാൻ പറ്റിയതാ. നമ്മളൊക്കെ ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് പ്രാർത്ഥിച്ചിട്ട് ബലിയർപ്പിച്ചിട്ട് നമുക്കിത് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലേ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അഗസ്തീനോസിൻ്റെ ജീവിതം നോക്കി. അഗസ്തീനോസ് ഒരു കാലത്ത് ജഡികതയിൽ ജീവിച്ചവൻ, 2000-ഓളം സ്ത്രീകളെ ജഡസുഖത്തിന് സമീപിച്ചവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അവൻ്റെ പാപജീവിതം എത്ര വലുതായിരുന്നു. പക്ഷെ അവൻ കർത്താവിനെ കണ്ടുമുട്ടി, ദൈവസ്നേഹം അനുഭവിച്ചു, യേശുവിനോടൊപ്പം ഉത്ഥാനം ചെയ്തു. അവന് വിളി വന്നു. പഴയ അവൻ പാപസുഖത്തിനെ സമീപിച്ചിരുന്ന പല സ്ത്രീകളിൽ നിന്നും വിളി വന്നു, അഗസ്റ്റിൻ കം, ഐ ആം റെഡി. അഗസ്റ്റിൻ പറഞ്ഞെന്താ? എനിക്ക് വരാൻ പറ്റില്ല മോളെ, എനിക്ക് വരാൻ പറ്റില്ല, ഞാനൊരു പുതിയ അഗസ്റ്റിനാണ്. ഇവിടെയും സംഭവിച്ചത് മാറ്റമാണ്, പക്ഷേ നമ്മളൊക്കെ തുണി മാറുന്നത് പോലത്തെ മാറ്റമൊന്നുമല്ല. ശരിക്കും കർത്താവിനെ കണ്ടുമുട്ടിയതിലൂടെ, ഉത്ഥിതൻ ജീവിതത്തിലേക്ക് വന്നതിലൂടെ വന്ന മാറ്റം, ഇതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഇനി നമ്മൾ ഒരുപാട് കുമ്പസാരിക്കേണ്ടി വരില്ല. നമുക്ക് ഉപേക്ഷിച്ച പാപം തന്നെ, അല്ലെങ്കിൽ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപം തന്നെ അടുത്ത ആഴ്ചയും വേണമെങ്കിൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ പറ്റും. അതൊന്നും ശരിക്കും കുമ്പസാരമായി മാറിയിട്ടില്ല, ദൈവാനുഭവമായി മാറിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവർ, നമുക്ക് ഉത്ഥാന തിരുനാൾ അർത്ഥവത്താക്കാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനാവശ്യമായ കാര്യങ്ങൾ ക്രമീകരിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ച് മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.